കുറുവാദ്വീപിനോട് താന ചവിട്ടിക്കുന്ന വനംവകുപ്പ് ജീവനക്കാരൻ പോളിന്റെ മകൾ സോന ആദ്യമൊന്നും ചേരുന്നു ചർച്ചയിലല്ല. സോന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സോന, വേദനയുടെ സമയമാണ്. നിങ്ങളുടെ നഷ്ടത്തിൽ അതെത്ര നഷ്ടപരിഹാരം കിട്ടിയാലും തീരാ നഷ്ടത്തിന്റെ വേദനയിൽ കൂടെയുണ്ട്, ഹൃദയം കൊണ്ട് പങ്കുചേരുന്നുണ്ട്. ഇന്നത്തെ പ്രതിഷേധത്തിനപ്പുറം സോന പറഞ്ഞ മറ്റൊരു ഗുരുതര പ്രശ്നമുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ ആരോപിച്ചത് സോന? ചികിത്സ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ചികിത്സ കൊടുക്കാൻ വൈകിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ സർജറി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാഞ്ഞിട്ടും അവരവിടെ ചെയ്യാമെന്ന് പറഞ്ഞ് സമയം വൈകിപ്പിച്ചു. ആ സമയമൊക്കെ എൻ്റെ പപ്പ ജീവന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടതൊക്കെ CT സ്കാൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ടതാ കതച്ചുകൊണ്ടിരിക്കുന്ന, പേടിച്ചിട്ടുണ്ടായിരുന്നു പാവം. ആർക്കും ചികിത്സ ഇങ്ങനെ വൈകിപ്പിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ ചികിത്സ കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരത്തില്ലായിരുന്നു. വ്യക്തമായ ചികിത്സ ഒന്നും കിട്ടാഞ്ഞിട്ടും ആ 3:30 വരെ മല്ലിട്ട ആ ജീവൻ ഉണ്ടായിരുന്നു. അപ്പം ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴും ആ ജീവൻ ഉണ്ടായേനെ. അധികം പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. സർജറി ചെയ്യണമെന്നും പറഞ്ഞ് ഒരുപാട് നേരം അവിടെ വൈകിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ തൊട്ട് അരമണിക്കൂറിനുള്ളിൽ കോഴിക്കോടേക്ക് മാറ്റും എന്നും പറഞ്ഞ് റോഡ് ഫ്രീ ആക്കാനൊക്കെ ഇൻഫോർമേഷൻ കൊടുത്തു. പക്ഷേ അതൊക്കെ കൊടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയത്. ആരോഗ്യമന്ത്രി പറയുകയാണ് കൊടുക്കാൻ വൈകിപ്പിച്ചു എന്ന് ഞാൻ സോന ആരോഗ്യമന്ത്രി പറയുകയാണ് അങ്ങനൊന്നും ഉണ്ടായില്ല, എല്ലാം പക്കായിരുന്നു, എല്ലാ ചികിത്സയും കൃത്യമായി നൽകി. അത് കേട്ടായിരുന്നോ? പിന്നെ എന്തിനാ അവിടെ സർജറി ചെയ്യുമെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയത്? സർജറി ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ആശുപത്രിയിലുള്ളവരോട് ചോദിച്ചാൽ മതി. അവിടെ ഉള്ളവരോട് എല്ലാവരോടും പറഞ്ഞു. എൻ്റെ അമ്മേനോട് നേരിട്ട് വന്നാൽ പറഞ്ഞു ഒരു ചെറിയ സർജറി ഉണ്ട്, അതും പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. നഷ്ടപരിഹാരം 50 ലക്ഷം എന്നാണ് ശുപാർശ. 10 ലക്ഷം ഉടൻ തരുമെന്ന് പറയുന്നുണ്ട്. സോനയുടെ അമ്മയ്ക്കൊരു സ്ഥിരം ജോലി എന്നൊക്കെയുള്ള ഉറപ്പുകൾ പ്രതീക്ഷയുണ്ടോ സോന? എനിക്ക് എൻ്റെ പപ്പ എനിക്ക് ചെയ്തു തരുന്ന പോലെ ഒരു കുറവില്ലാണ്ട് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ്ലി അത് നടക്കണമെങ്കിൽ പപ്പ ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പപ്പ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. പിന്നെ പപ്പയുടെ ആഗ്രഹം പോലെ പഠിക്കണമെന്നോ അതിനൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ പൈസേൻ്റെ കാര്യം പറഞ്ഞത്. കുറേ പേര് ഞാൻ കുറച്ച് ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തതിന് എനിക്ക് എൻ്റെ അപ്പനോട് സ്നേഹമില്ലയെന്നും ഞാൻ പണത്തിന് വേണ്ടി പറയുന്നതാന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഞാൻ പുറത്തങ്ങനെ കരയുന്ന പ്രകൃതി അല്ല എനിക്ക്. അതുകൊണ്ട് പിന്നെ എൻ്റെ അച്ഛനല്ലേ മരിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ അപ്പന് വേണ്ടി ഞാനല്ലാണ്ട് വേറെ ആരെ സംസാരിക്കുക? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. അല്ലാണ്ട് ഈ പപ്പേൻ്റെ ബോഡി വെച്ച് പണത്തിന് വേണ്ടി കളിച്ച കളിയൊന്നുമല്ല. എൻ്റെ അപ്പന് ഞാൻ ഒറ്റ മോളേ ഉള്ളൂ ഞാൻ. അപ്പം ഞാനല്ലാണ്ട് വേറെ ആര് സംസാരിക്കാനാ? അതുകൊണ്ടാണ് ഞാൻ തന്നെ സംസാരിക്കാൻ ഇറങ്ങിയത്. ആർക്കും എന്താ പറയുക, ആരും ചോദിക്കാനില്ലാത്ത പോലെയല്ല, ഞാനുണ്ട് ചോദിക്കാൻ പപ്പയ്ക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സോനയുടെ പക്വത പോലും ഇല്ല എന്ന് കണ്ട് പുച്ഛിച്ചങ്ങ് തള്ള് സോന. വയനാട്ടിൽ ഇപ്പോൾ ഒരു വാർത്തയല്ല, അസാധാരണ സംഭവമല്ല ഈ സംഭവങ്ങൾ. സോന ആളെ കൊല്ലൽ, ഉപജീവനം കുട്ടിച്ചോറാക്കൽ, കൃഷി നശിപ്പിക്കൽ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന നിങ്ങളുടെ നാട്ടിലെ മനുഷ്യർ അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ രക്തസാക്ഷിയുടെ മകൾ എന്ന നിലയ്ക്ക് സർക്കാരിനോട് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് സോനയ്ക്ക് പറയാനുള്ളത് എന്താണ്? കഴിഞ്ഞ ആഴ്ച ഇതേപോലെ പ്രതിഷേധങ്ങൾ നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയല്ലോ. ഞാനിവിടെ ന്യൂസ് ഇരുന്ന് കണ്ടതാ. 2 ദിവസം കഴിഞ്ഞപ്പം അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പം 3 പാർട്ടിക്കാരും കൂടെ ഹർത്താൽ വെച്ചു. പക്ഷേ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഇത് മാറുമെന്ന് എനിക്കും അറിയാം, ഇത് കാണുന്നവർക്കും അറിയാം, ഇപ്പം ആ പ്രതിഷേധിച്ചവർക്കും അറിയാം. കുറച്ച് പേര് പാർട്ടീൻ്റെ പേരിൽ, കുറച്ച് പേര് മനസാക്ഷി ഉള്ളതുകൊണ്ടായിരിക്കും. ഞാൻ ഈ പ്രതിഷേധിക്കണം. പക്ഷെ അത് പാർട്ടിയും അതും ഇതും നോക്കിയിട്ടൊന്നുമല്ല, മനുഷ്യൻ്റെ വില അറിഞ്ഞ് പ്രതിഷേധിക്കണം. വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി സോന. ഇന്ന് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. അത് ശ്രദ്ധയപ്പെട്ടോ? അതിലെന്തെങ്കിലും പ്രതികരണമുണ്ടോ? എൻ്റെ അപ്പന് എന്തായാലും തിരിച്ചു തരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പം പിന്നെ പഠനം നോക്കണം, അമ്മേൻ്റെ ജോലി, വേറെ ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയൊന്നുമില്ല. അപ്പയായി കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ അമ്മയ്ക്ക് ജോലി കൊടുക്കണം, പിന്നെ കുറേ കടങ്ങളുണ്ട്, അങ്ങനെയൊക്കെ. അമ്മയ്ക്കും സുഖമില്ല ശരിക്കും.
അതൊക്കെയാണ്. താങ്ക് യു സോന. എന്തായാലും വേദനയുടെ മണിക്കൂറാണ്. ഈ സമയത്ത് സംസാരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സോനയുടെ ആ ശബ്ദം, ആ ബോൾഡായ ശബ്ദം കേരളം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് സോനയോട് അത്രയധികം സമയം സംസാരിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി സോന സംസാരിക്കുന്നത് സോനയ്ക്ക് വേണ്ടിയോ സോനയുടെ കുടുംബത്തിന് വേണ്ടിയോ മാത്രമല്ല, ഒരു ജനതയ്ക്കൊന്നാകെ ഒരു 10ാം ക്ലാസ്സുകാരുടെ ശബ്ദം ഉയരുകയാണ്. ധാർമ്മിക അഭിവാദ്യങ്ങൾ സോന, ധൈര്യമായി മുന്നോട്ടേക്ക് പോകും.